ഉഷ്ണതരംഗം ഉണ്ടാകാതെ തന്നെ സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. സൂര്യാഘാതം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അതായത് ആ അവസ്ഥയിൽ തന്നെ അയാൾ കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂര്യന്റെ ആഘാതം കുറയ്ക്കാൻ സൺസ്ക്രീനുകൾക്കും അവയുടേതായിട്ടുള്ള കഴിവുണ്ട്. നമ്മുടെ നാട്ടിൽ ചൂട് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഉഷ്ണതരംഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു സമൂഹത്തിന് മാനേജ് ചെയ്യാൻ കഴിയാത്ത അത്ര ചൂട് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ജീവികൾ, പ്രത്യേകിച്ചും വളർത്തു മൃഗങ്ങൾ, പ്രത്യേകിച്ചും പിന്നെ ഈ കിടപ്പ് രോഗികൾ, ഇപ്പോൾ പുറമേ ഇറങ്ങി നടക്കുന്ന ആൾക്കാർ മാത്രമല്ല, കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചൂട് ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഏറെക്കുറെ ഒരു 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ ചൂട് കൂടുകയോ ചൂടൊരൽപ്പം കുറവാണെങ്കിൽ പോലും അതിഭീകരമായിട്ടുള്ള ഈർപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി വർദ്ധിക്കുകയോ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അത് നഗരപ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള അവസ്ഥ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വായുവിൻ്റെ സഞ്ചാരത്തിനെ കുറയ്ക്കുകയും ഒരു പ്രദേശത്ത് തന്നെ ചൂട് വളരെയധികം അധികരിക്കുന്നതിന് കാരണമാവുകയൊക്കെ ചെയ്യും. ആ ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ ഉഷ്ണതരംഗം എന്ന് പറയുക. പക്ഷേ ഉഷ്ണതരംഗം ഉണ്ടാകാതെ തന്നെ പ്രത്യേകിച്ചും ഈ ചൂടുകാലത്ത് വളരെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൂര്യാഘാതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനിൽ നിന്നും നേരിട്ട് വരുന്ന ഊഷ്മാവ് നമുക്ക് താങ്ങാനായിട്ട്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, പല ആളുകളും വീടിനുള്ളിലിരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു 11 മണി 12 മണി സമയം മുതൽ ഏതാണ്ട് ഒരു 2 മണി 3 മണി സമയം വരെ വളരെ കാര്യമായിട്ട് സൂര്യന് കീഴിൽ പണിയെടുക്കുകയാണെങ്കിൽ, ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ പോലും അയാളുടെ ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവൊക്കെ വളരെ കുറയുകയും അയാളുടെ ശരീരധർമ്മ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൂര്യാഘാതത്തിലേക്ക് പോകും. ചിലപ്പോൾ വളരെ ചെറിയ പൊള്ളലുകളായിരിക്കാം സൂര്യാഘാതമായിട്ടുണ്ടാവുക. ചിലപ്പോൾ തൊലിയുടെ ഒരു ഭാഗം മുഴുവൻ പൊള്ളിപ്പോകാം. ചിലപ്പോൾ പൊള്ളലുകൾക്കപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരധർമ്മ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാകുന്നു. അതായത് ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ജലാംശം ശരീരത്തിൽ വളരെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മൾ പറയും. അതായത് ശരീരത്തിൽ വെള്ളം മാത്രമല്ല ലവണങ്ങളും ആവശ്യമുണ്ട്, സോഡിയം, പൊട്ടാസ്യം, അതിനെല്ലാം ഒരു വ്യതിയാനം സംഭവിക്കുകയും ആൾ അപകടപ്പെടുകയും ചെയ്യാവുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ കാണുകയാണെങ്കിൽ, ഒരാൾ കുഴഞ്ഞു വീണതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ശരീരം പൊള്ളിയതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അത്തരത്തിലുള്ള ആളുകളെ തണലത്തേക്ക് മാറ്റുകയും ശരീരത്തിൽ വസ്ത്രങ്ങൾ കഴിയുന്നത്ര അഴിച്ച് അയാൾക്ക് അവിടെ വായുസഞ്ചാരം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കുകയും, ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം, തണുത്ത വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുകയും, കഴിയുമെങ്കിൽ ഐസോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ കൊണ്ട് ശരീരമൊക്കെ തടവി കൊടുക്കുകയൊക്കെ ചെയ്യുക. അതിൻ്റെ പ്രാഥമിക ശുശ്രൂഷയാണ്. സൂര്യാഘാതം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അതായത് ആ അവസ്ഥയിൽ തന്നെ അയാൾ കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകിയതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതായിട്ടും കൂടിയുണ്ട്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ സൂര്യാഘാതം തിരിച്ചറിയാൻ, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ സൂര്യനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് തളർന്നു വീഴുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ സർക്കാർ ഇപ്പോൾ പറയുന്നത് 11 മണി മുതൽ ഏതാണ്ട് 3 മണി വരെ പുറത്ത് പണിയെടുക്കുന്നത് പരമാവധി കുറയ്ക്കണമെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ നമ്മുടെ വീടിനടുത്ത് ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീഴുന്നതായിട്ട് കണ്ടാൽ നമുക്കത് സൂര്യാഘാതമാണെന്ന് ഉറപ്പിക്കാം. അല്ലാതെ ഒരുപക്ഷെ നമ്മൾക്ക് പുറമേ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നതായിട്ട് തോന്നുന്നു, അത് സൂര്യാഘാതമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സൂര്യാഘാതം ആകാനാണ് സാധ്യത. പക്ഷേ സൂര്യാഘാതത്തിൽ പൊള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊള്ളലുകളെ മാനേജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുകയും കൂടെ വേണം. സൂര്യാഘാതത്തിൽ പൊള്ളൽ ഉണ്ടാകാം, പൊള്ളൽ ഉണ്ടാകാതെ ഇരിക്കാം. പൊള്ളൽ മാത്രമായിരിക്കില്ല പലപ്പോഴും സൂര്യാഘാതത്തിൽ ഉണ്ടാവുക. പെട്ടെന്ന് അത് സൂര്യാഘാതമാണോ അതോ മറ്റെന്തെങ്കിലും, ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാലും സൂര്യാഘാതം പോലെ തന്നെ തോന്നിക്കാം. പക്ഷേ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂര്യാഘാതം പോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും, ഇപ്പം ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന സൂര്യാഘാതം വളരെ പ്രകടമായിട്ടുള്ള സൂര്യാഘാതമാണ്. പ്രകടമല്ലാത്ത സൂര്യാഘാതം ഉണ്ടാകാം. ഉദാഹരണത്തിന് ഈ സമയത്ത് ഈ അടച്ചു മൂടപ്പെട്ട മുറിക്കുള്ളിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂടില്ല, നമ്മൾ പറയുന്ന പോലെ സൂര്യൻ്റെ നേരിട്ടുള്ള ഒരാഘാതം ഇല്ലെങ്കിൽ പോലും അവിടെ തങ്ങി നിൽക്കുന്ന വായു അയാൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഊഷ്മാവിലേക്ക് ഉയരുകയും, പ്രത്യേകിച്ച് നമ്മുടെ കിടപ്പ് രോഗികൾ, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ, പ്രായാധിക്യമുള്ള ആളുകൾ, അവർക്ക് മുറിക്കുള്ളിൽ പോലും സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മൾ കുട്ടികളെയൊക്കെ ഈ സമയത്ത് വാഹനങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിൽ, വാഹനങ്ങളുടെ ഗ്ലാസ്സൊക്കെ ഉയർത്തിയതിന് ശേഷം കുട്ടികളെ വാഹനത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചെറിയൊരു സമയത്തിനുള്ളിൽ പോലും കുട്ടികൾക്കും സൂര്യാഘാതം ഉണ്ടായേക്കാം. ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. അത്തരത്തിലുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ജനൽ ഒരല്പം താഴ്ന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കാറിൻ്റെ
എഞ്ചിൻ ഓണാക്കി AC ഇടുക, ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിലൂടെ നമുക്ക് തടയാനായിട്ട് കഴിയും. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടാതിരിക്കുക, അവയുടെ കൂടുകൾക്ക് വായു സഞ്ചാരം ഇല്ലയെന്നുണ്ടെങ്കിൽ കൂട്ടിനുള്ളിൽ പകൽ സമയത്ത് ഉച്ചനേരത്ത് അവയെ കടത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൂര്യാഘാതത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ദാഹത്തിനനുസരിച്ചിട്ടാണ് വെള്ളം കുടിക്കുക. സൂര്യാഘാതത്തിൻ്റെ ഒരു പ്രശ്നം, ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന വെള്ളം വളരെ കൂടുതലും വളരെ വേഗത്തിലും ആയതുകൊണ്ട് ദാഹം തോന്നുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്ക് സൂര്യാഘാതം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാഹത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഓരോ ദിവസവും നമ്മുടെ ജോലിക്കനുസരിച്ച്, ചിലപ്പോൾ ഒരാൾക്ക് 1.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചാൽ മതിയായിരിക്കും, പക്ഷേ ചില ആൾക്കാർക്ക് 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഒരല്പം വെള്ളം കൂടുതൽ കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് അപകടം ഉണ്ടാകില്ല. മറിച്ച് ഈ സമയത്ത് വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ നമുക്ക് സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടും. വസ്ത്രങ്ങൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെട്ടിടങ്ങൾക്കും ഒക്കെ ഇതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട്. കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ജനലും വാതിലുകളും കൂടുതലായിട്ട് ഉള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ജനലും വാതിലുകളും തുറന്നിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വസ്ത്രത്തിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആയിരിക്കുന്നതാണ് നല്ലത്. കോട്ടനോ ലിനനോ ആയിരിക്കുന്നതാണ് നല്ലത്. ലിനൻ വസ്ത്രങ്ങൾക്ക് വില കൂടുതലാണെന്നുള്ളത് കൊണ്ട് നമുക്ക് കോട്ടൺ വസ്ത്രങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ സമയത്ത് നല്ലത്. വസ്ത്രത്തിൻ്റെ നിറമാണ് മറ്റൊരു കാര്യം. വെളുത്ത വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നിറം കുറവുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഈ സമയത്ത് സൂര്യാഘാതം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും നമ്മൾ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കൂടുതൽ ഊഷ്മാവ് ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ഊഷ്മാവിനെ തിരിച്ച് തട്ടി അയക്കാനായിട്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് വെള്ള വസ്ത്രങ്ങൾക്ക് കഴിയും. സൂര്യാഘാതത്തിൻ്റെ ഫസ്റ്റ് എയ്ഡ് തീർച്ചയായിട്ടും വെള്ളമാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, തീവ്രമായിട്ടുള്ളൊരവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കഴിയില്ല. അബോധാവസ്ഥയിലിരിക്കുന്ന ഒരാളെ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒരുപക്ഷെ അയാളുടെ ശ്വാസകോശത്തിലേക്ക് പോവുകയും അയാൾക്ക് അപകടം പറ്റുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഥമ ശുശ്രൂഷ നൽകുന്നത് രോഗിയുടെ അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷ വെള്ളം നൽകുക എന്നുള്ളതാണ്. പക്ഷേ അത് ചിലപ്പോൾ രോഗിക്ക് നമുക്ക് നേരിട്ട് നൽകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വെള്ളം ഞരമ്പിലൂടെ ഈ പറയുന്ന പോലെ ഡ്രിപ്പായിട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുക. മറ്റൊന്ന്, ശരീരത്തിൽ പെട്ടെന്ന് തന്നെ കാറ്റ് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. കഴിയുന്നത്ര വസ്ത്രങ്ങൾ ഊരി മാറ്റുകയോ അല്ലെങ്കിൽ വളരെ 2-3 വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗത്തുള്ള വസ്ത്രങ്ങൾ മാറ്റുകയോ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സമീപത്തുള്ള വീടുകളിൽ നിന്ന് ഐസ് ശേഖരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐസ് അപ്ലൈ ചെയ്യുന്നത് ശരീരത്തിലുള്ള ഊഷ്മാവിനെ പെട്ടെന്ന് കുറയ്ക്കുകയും സൂര്യാഘാതത്തിൻ്റെ അപകടങ്ങളിൽ നിന്നും പെട്ടെന്ന് നമുക്കൊരു നിവൃത്തി ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൂടിൽ നിന്ന് നേരെ തണലത്തേക്ക് മാറ്റുക. വെള്ളം കുടിക്കാൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ ധാരാളം വെള്ളം കൊടുക്കുക. അതോടൊപ്പം തന്നെ ശരീരത്തിനെ തണുപ്പിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക. വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളും കൂടി ഒരുക്കുക. കാരണം ആശുപത്രിയിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യമായ അളവിൽ വെള്ളം വളരെ നേരിട്ട് ശരീരത്തിനുള്ളിലേക്ക് കൊടുത്ത് ഇയാളെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. സൂര്യാഘാതം മരണത്തിലേക്ക് എത്തുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഈ 2 തരം ജീവികളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഉഷ്ണരക്തമുള്ള ജീവികളുമുണ്ട്, ശീതരക്തമുള്ള ജീവികളുമുണ്ട്. ശീതരക്തമുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ രക്തത്തിന് ഒരു പ്രത്യേക ഊഷ്മാവില്ല. അവയുടെ രക്തം അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അനുസരിച്ച്, പുറത്ത് തണുപ്പാണെങ്കിൽ അവയുടെ രക്തവും തണുപ്പായിരിക്കും, പുറത്ത് ചൂടാണെങ്കിൽ അവയുടെ രക്തവും ചൂടായിരിക്കും. ഉദാഹരണത്തിന് തവള, അവരുടെ രക്തത്തിൻ്റെ ഊഷ്മാവ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ്, രക്തത്തിൻ്റെ ഊഷ്മാവ് മാറത്തില്ല. അതെപ്പോഴും 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നെ ആയിരിക്കും. നമ്മൾ തണുത്ത കാലാവസ്ഥയിൽ ജീവിച്ചാലും നമ്മൾ ഉയർന്ന കാലാവസ്ഥയിൽ ജീവിച്ചാലും ശരീരം 37 ഡിഗ്രിയിൽ തന്നെ നമ്മുടെ രക്തത്തിൻ്റെ ടെമ്പറേച്ചർ കാത്തു സൂക്ഷിക്കും. പക്ഷേ സൂര്യാഘാതം ഏൽക്കുന്ന സമയത്ത് ഹൈപ്പർ തെർമിയ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ശരീരം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെ രക്തത്തിൻ്റെ ഊഷ്മാവിനെ പിടിച്ചു നിർത്താൻ നമ്മുടെ ശരീരത്തിന് കഴിയുന്നില്ല. അതായത് അത് 38ലേക്കോ 39ലേക്കോ പോകും. നമ്മുടെ ശരീരത്തിലെ എൻസൈമുകൾ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ രക്തത്തിൻ്റെ ടെമ്പറേച്ചർ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിൽ നിന്ന് ഊഷ്മാവ് ഉയരുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ആ സമയത്ത് പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിൻ്റെ ഊഷ്മാവിനെ താഴ്ത്താനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താളം തെറ്റുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് പലപ്പോഴും സൂര്യാഘാതത്തിൽ സംഭവിക്കുന്നത്. വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവയ്ക്കും സൂര്യാഘാതം ഉണ്ടാകാൻ അവയ്ക്ക് ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന്, പ്രത്യേകിച്ചും വെള്ളം അവ ആവശ്യത്തിന് കുടിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. സ്വതവേ നമ്മുടെ വീട്ടിലൊരു വളർത്തു പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പട്ടി വെള്ളം കുടിക്കുന്നതിനൊരു പാറ്റേൺ കാണും.
പക്ഷേ ഈ സമയത്ത് അവർക്ക് ഒരുപക്ഷെ കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. അത് നമ്മൾ കരുതുക. ഒരു കെയർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും മറ്റ് പക്ഷികൾക്കും നമ്മുടെ വളർത്തുമൃഗങ്ങളല്ലാത്ത പക്ഷികൾക്ക് വേണ്ടിയിട്ടും ഈ സമയത്ത് വെള്ളം ഒരുക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിരിക്കും. ത്വക്ക് സംരക്ഷിക്കുന്നതിൽ ഈ പറഞ്ഞതുപോലെ ലേപനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു പങ്ക് വഹിക്കാനുണ്ട്. സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ സൺസ്ക്രീനുകൾ ഒരു തരം നമുക്കുള്ള ശരീരത്തിൻ്റെ സൗന്ദര്യം അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ കെയറിനകത്തായിരിക്കും കൂടുതൽ പ്രാധാന്യം അതിനുണ്ടാവുക. പക്ഷേ എന്തായാലും സൂര്യൻ്റെ ആഘാതം കുറയ്ക്കാൻ സൺസ്ക്രീനുകൾക്കും അവയുടേതായിട്ടുള്ള കഴിവുണ്ട്. പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിനകത്ത് സണ്ണിനെ അരിക്കാനുള്ള കെമിക്കൽ അല്ലാന്നുണ്ടെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കണം. ഏതാണ് ഒരു 15% സൺസ്ക്രീനുള്ള ക്രീമുകൾ ഉപയോഗിക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വിയർക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ സൺസ്ക്രീൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ വിയർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൺസ്ക്രീൻ ത്വക്കിനെ സംരക്ഷിക്കാൻ, ഒരു കോസ്മെറ്റിക്കലി സംരക്ഷിക്കാൻ അത്ര പര്യാപ്തമായിട്ടുള്ള ഒരു മാർഗമായിരിക്കും. സൂര്യാതപം അല്ലെങ്കിൽ സൂര്യാഘാതത്തിന് നമ്മൾ പലപ്പോഴും പല പേരുകളിലും വിളിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേര് മാത്രമാണ് നമ്മൾ ഈ സൂര്യാതപം എന്നൊക്കെ പറയുന്നത്. സൂര്യനിൽ നിന്നും അമിതമായിട്ടുള്ള താപം ഉണ്ടാകുന്നു, നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സൂര്യാതപം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സൂര്യാഘാതം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. സൂര്യൻ്റെ ചൂട് കാരണം നമ്മുടെ ശരീരത്തിന് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൊലിയെ സംരക്ഷിച്ച് നിർത്താനായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ജലത്തിന് അതൊന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം നീങ്ങുന്നു എന്നുള്ളതായിരിക്കും ഈ സൂര്യാഘാതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യാഘാതം മനസ്സിലാക്കാൻ ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ വെയിലത്ത് നിന്നു എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരത്തിലെ സ്കിൻ പൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ തൊലിപ്പിൽ പൊള്ളൽ വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യാഘാതമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പൊള്ളൽ തടയാൻ ആവശ്യമായിട്ടുള്ള ജലാംശത്തിനെ സ്കിന്നിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പൊള്ളലുകൾ ഏൽക്കുകയോ ശരീരത്തിൽ എവിടെയെങ്കിലും പൊള്ളുന്നു എന്ന് തോന്നുകയോ ചെയ്താലും ഈ പറഞ്ഞതുപോലെ സ്ഥലജല വിഭ്രാന്തി, അല്ലെ സ്ഥലകാല വിഭ്രാന്തി, തളർച്ച, ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ തണലത്തേക്ക് മാറണം. സൂര്യാഘാതത്തിലേക്ക് ശരീരം നീങ്ങാനുള്ള സാധ്യതയുണ്ട്.